ആദ്യം സെയ്ഫ് എന്താണ് സ്വരാജ് ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്? ഇന്നലെ എം.വി. ഗോവിന്ദൻ നടത്തിയ അടിയന്തരാവസ്ഥക്കാലത്തെ RSSുമായിട്ടുള്ള സഹകരിച്ചു പോക്ക് എന്നത് വസ്തുതാപരമല്ല എന്ന് തെളിച്ചു പറയുകയാണോ സ്വരാജ് ശരിക്കും ചെയ്യുന്നത്? ഗോവിന്ദൻ പറഞ്ഞതിനെ തിരുത്തി പറയുകയാണ് LDF സ്ഥാനാർത്ഥിയായി എം സ്വരാജ് ചെയ്തത്. നിഷാദ്, രാവിലെ അദ്ദേഹത്തോട് ഈ വിഷയം നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് M.V. ഗോവിന്ദന്റെ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അതിൻ്റെ ഒരു ചരിത്ര വസ്തുതയുണ്ട്, ആ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേട്ട വാചകങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. 1977 കാലത്ത് അടിയന്തരാവസ്ഥയുടെ സമയത്ത് ജനതാ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. ജനതാ പാർട്ടി അന്ന് ഈ കോൺഗ്രസിനെതിരെ നിൽക്കുന്ന കുറച്ച് പാർട്ടികളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. അതിനകത്ത് അന്ന് RSS ഇല്ല, ജനസംഘമല്ല, ജനതാ പാർട്ടിയാണ് ഉണ്ടായിരുന്നത്. അന്ന് ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. പക്ഷേ പിന്നീട് RSSന്റെ ഒരു സ്വാധീനം അവിടെ വർദ്ധിച്ചു വരുന്നു, ജനതാ പാർട്ടിയിൽ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. തിരുവനന്തപുരത്തും തലശ്ശേരിയിലും തിരുവല്ലയിലും അതുപോലെ തന്നെ പാറശാലയിലും. ആ സമയത്ത് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചോദ്യം RSSന് സ്വാധീനം കൂടുതലുള്ള ജനതാ പാർട്ടിയുമായി ചേർന്ന് ഇടതുപക്ഷം പ്രവർത്തിക്കുമോ എന്നുള്ളതാണ്. അന്ന് IMS നമ്പൂതിരിപ്പാട് അദ്ദേഹം പറഞ്ഞത് RSSുമായി ഞങ്ങൾക്ക് യാതൊരു സഖ്യവുമില്ല, RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച ആളാണ് EMS എന്ന് അദ്ദേഹം എം സ്വരാജ് പറയുന്നുണ്ട്. അതിനുശേഷം ജനതാ പാർട്ടി RSSന്റെ കയ്യിലായ സമയത്ത്, RSS നയിക്കുന്ന സമയത്ത് ജനതാ പാർട്ടിയുമായി കൂട്ടുചേർന്നത് കോൺഗ്രസ് ആണ്. ഞാൻ ഒന്ന് വരാം സെയ്ഫ് സൈനിൽ. അതിന് UDF കൺവീനർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു.